ഹലോ, ഞങ്ങൾ വീണ്ടും വടക്കഞ്ചേരിയിൽ വെയിറ്റ് ചെയ്യാണ് സ്കൂൾ ബസ്സിനായിട്ട്. അപ്പോൾ സ്കൂൾ ബസ് വന്നപ്പോൾ 4, 3, 5 പേരും പിന്നെ കുറച്ച് ഓർക്കസ്ട്ര സാധനങ്ങളുമാണ്. ഇരുന്നിട്ടോ കിടന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തൃശ്ശൂർ എത്താം. തൃശ്ശൂരെത്തി നമ്മൾ രഞ്ജി സാറിനെയും പ്രസാദ് സാറിനെയും ഹരി സാറിനെയും ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ പാർട്ടിസിപ്പേഷൻ കാർഡ് വാങ്ങിക്കുകയാണ് ഇപ്പോൾ. രോഹിണി, സജിൻ, വിഷ്ണു ഇവർക്ക് 3 പേർക്കുമാണ് ഇന്ന് ഐറ്റം ഉള്ളത്. അപ്പം നമ്മൾ ആദ്യം തന്നെ അവരെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇവർ എ ഗ്രേഡ് ഒക്കെ നേടിക്കഴിഞ്ഞാൽ വലിയ സ്റ്റാർസാണ്, മീഡിയാസ് കൊത്തിക്കൊണ്ട് പോകുമല്ലോ. അതിനുശേഷം അവരെ ഒരു സ്റ്റേജിലാക്കി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോയിൽ യാത്രയായി. വിഷ്ണുവിനെ കൂട്ടാതെ അവന് പോലും കൊടുക്കാതെ ഇഡ്ഡലിയും ചമ്മന്തിയും ഒറ്റ ഇരിപ്പിന് വിശന്നിട്ട് ഞാൻ വയറ്റിലാക്കിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ബാലഭവൻ. ഇവിടെയാണ് നമ്മളുടെ ഹിന്ദി റെസിറ്റേഷൻ നടക്കുന്നത്. നല്ല ഇലക്ട്രിഫൈങ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് എല്ലാവരും നന്നായി അപ്രീഷിയേറ്റ് ചെയ്തൊരു റെസിറ്റേഷൻ ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. പിന്നെ ഈ കാണുന്നത് കുറച്ച് ജഡ്ജസ് ഒക്കെയാണ്. അവർ നമ്മളെ പരിചയപ്പെട്ടു. അവർ കോട്ടയത്തും ഒക്കെ ഉള്ള ആളുകളാണ്. അവർ നമ്മളെ പരിചയപ്പെട്ടു, നന്നായിട്ട് സംസാരിച്ചു. ആൻഡ് കൊച്ചു കുട്ടികളായതുകൊണ്ട് പാർക്കിൽ പോകണമെന്ന് ഒരേ വാശിയായിരുന്നു. പ്രസാദ് സാറിനും രഞ്ജി സാറിനൊക്കെ അങ്ങനെ കുറച്ച് ഊഞ്ഞാലാട്ടവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സംസ്കൃതം ഗ്രൂപ്പ് സോങ് കുട്ടികൾ. അവരവരുടെ ഫൈനൽ പ്രാക്ടീസിലാണ്. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ മീഡിയയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ യുക്ത നമുക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. ഞങ്ങൾ ഇവിടെ സുന്ദര ടീച്ചർക്കും രോഹിണി ചേച്ചിക്കും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്കും ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കാലം. പേപ്പറിൽ പേരോ ഫോട്ടോയോ പോയിട്ട് പേപ്പർ പോലും മറിച്ച് നോക്കാത്തൊരു കുട്ടിക്കാലം. അത് കഴിഞ്ഞ് ഈ കുട്ടികളുടെ നമ്മൾ പഠിപ്പിച്ചു വിട്ട കുട്ടികളുടെ പേരും ഫോട്ടോയും ഒക്കെ പത്രത്തിൽ വരുമ്പോൾ ഒരു അഭിമാന നിമിഷം തന്നെയാണ്. അതിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതിനൊക്കെ ഭയങ്കര പവർ ഉണ്ടെന്ന് മനസ്സിലായത് ഈ നിമിഷത്തിലാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, 7th പഠിക്കുമ്പോൾ UP റെസിറ്റേഷൻ ചെയ്ത ആളാണ് യുക്ത. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് അവളെ ഒന്ന് രസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ നിമിഷമാണ് ഇപ്പോൾ ഡ്രീം കം ട്രൂ മൊമെൻ്റായി മാറിയിട്ടുള്ളത്. ആൻഡ് നമ്മുടെ പരിചയമുട്ട് കുട്ടികൾ അവിടെ തകർത്താടുന്നുണ്ട്. ലഞ്ച് ബ്രേക്കിന് മീഡിയ പോയ തക്കം നോക്കി ഞാൻ അവിടെ സീറ്റ് ഉറപ്പിച്ചു. ഈ 2 പേരെ കാണുന്നുണ്ടോ? ഐഡൻറ്റിഫൈ ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്. കമൻറ്റ് ബോക്സിൽ പറയണേ ഇവരെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഇതാണ് ഇന്ന് നമ്മുടെ ഫുഡ് ദാതാവ്. ഈശ്വര എടുക്കുന്നു. എനിക്കൊന്ന് ഓസിക്ക് കിട്ടിയ ക്യാപ്പും കൊണ്ടുപോയി. അതായത് ആരുടെയോ കളഞ്ഞുപോയ ക്യാപ്പ് അടിച്ചു മാറ്റി. അപ്പോൾ ഉച്ചഭക്ഷണത്തോടെ നമ്മുടെ ടൈം ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.